തിരസ്കരണത്തിൻ്റെ വേരുകൾ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെയുള്ള തിരസ്കരണങ്ങൾ കൺസെപ്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ കുട്ടിയെ ഇപ്പോൾ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ, ഒരു ഘട്ടം കഴിയുമ്പോൾ കുട്ടിയെ അബോർട്ട് ചെയ്ത് കളയാമെന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ, ആൺകുട്ടിയെ പ്രതീക്ഷിച്ചു പക്ഷേ ഉണ്ടായത് പെൺകുട്ടിയാണ്, അത് തിരസ്കരണമാണ്. ഇതെല്ലാം തിരസ്കരണത്തിൻ്റെ കാരണങ്ങളാണ്. കുടുംബവഴക്കിന് നടുവിൽ വളരുന്ന കുഞ്ഞുങ്ങൾ, ഭർത്താവും ഭാര്യയും തമ്മിൽ എന്നും വഴക്ക്, അതിന് നടുവിൽ വളരുന്ന കുഞ്ഞുങ്ങൾ തിരസ്കരിക്കപ്പെടുകയാണ്. മാതാപിതാക്കളുടെ മരണം മൂലം തിരസ്കരണം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ, അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു. ജനറേഷനിലായിട്ട് തന്നെ തിരസ്കരണം അടുത്ത തലമുറയിലേക്ക് പാസ് ഓൺ ചെയ്യുന്നു. പരിശോധിച്ച് നോക്കുക, നിങ്ങളുടെ ബാല്യകാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു. അതാണ് തിരസ്കരണത്തിൻ്റെ വേരെങ്കിൽ ആ വേരിനെ കണ്ടെത്തിയതിനു ശേഷം ആ വേരിനെ പുറത്തു കളയുക. ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. തിരസ്കരണത്തിൻ്റെ വേരുകൾ. കർത്താവാകുന്ന യേശു ക്രിസ്തു ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ വേരുകളെക്കുറിച്ചൊരു പരാമർശം നടത്തുന്നുണ്ട്. വിശ്വാസവുമായുള്ള ബന്ധത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ യേശു പറഞ്ഞു, ഈ കാട്ടത്തിയോട് വേരോട് പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. അവിടെ കാട്ടത്തിയെക്കുറിച്ച് പറയുന്നു. ഇംഗ്ലീഷിൽ മൾബറി ട്രീ എന്നാണ് കാണുവാൻ കഴിയുന്നത്. മൾബറി ട്രീയുടെ വേര്, ആ വേരുകളെന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് വേരുകളാണ്. മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഇസ്രയേലിൽ പോവുകയാണെങ്കിൽ മൾബറി ട്രീ ശ്രദ്ധിക്കുക. മൾബറി ട്രീക്ക് ആയിരക്കണക്കിന് വേരുകളാണ്. അതിൻ്റെ കൊമ്പ് മുറിച്ചാലോ തണ്ടു മുറിച്ചാലോ ഒന്നും ആ വൃക്ഷം ഇല്ലാതാകുകയില്ല. അതിൻ്റെ 10,000 വേര് മുറിച്ചാലും പിന്നെയും 1000 വേര് ബാക്കിയുണ്ടാവും. ആ വേരിൽ നിന്ന് പിന്നെയും ഇത് പൊട്ടിമുളച്ചു വരും, വീണ്ടും അടുത്ത വൃക്ഷമായി തീരും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇതിൻ്റെ സകല വേരോടും കൂടെ പറഞ്ഞ് കടലിൽ നട്ടുപോക. ഇങ്ങനെയുള്ള മൾബറി ട്രീകൾക്കൊക്കെ ആയുസ് വളരെ കൂടുതലാണ്. 700 വർഷം വരെയാണ് മൾബറി ട്രീയുടെ ആയുസ്. അവിടെ ഒലിവ് വൃക്ഷങ്ങളുണ്ട്. ഇസ്രയേലിൽ 3000 വർഷം വരെയാണ് ഒലിവ് വൃക്ഷങ്ങളുടെ ആയുസ്. ഈ മൾബറി ട്രീ പോലെയാണ് അനേകർ കൊണ്ടു നടക്കുന്ന പല ആന്തരിക സംഘർഷങ്ങളും. തിരസ്കരണം നല്ല ഉദാഹരണമാണ്. തിരസ്കരണത്തിന് വേരുകളുണ്ട്. തിരസ്കരണത്തിൻ്റെ ഇപ്പോഴുള്ള ഏതെങ്കിലും കൊമ്പുകൾ മുറിച്ചതുകൊണ്ടോ പ്രധാനപ്പെട്ട തണ്ട് മുറിച്ചതുകൊണ്ടോ തിരസ്കരണം ഇല്ലാതെയാകുകയില്ല. അതിൻ്റെ വേര് കണ്ടുപിടിച്ച് വേരോട് പറഞ്ഞ് കടലിൽ പോകാൻ പറയണം, കൽപ്പിക്കണം, കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചതിന് ശേഷം വേരോട് പറഞ്ഞ് കടലിൽ പോകുവാൻ കൽപ്പിക്കുകയാണെങ്കിൽ ആന്തരിക സംഘർഷങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. വേരുകളുടെ പ്രത്യേകത, വേരുകൾ മണ്ണിനടിയിലേക്ക് ഇറങ്ങിപ്പോകുന്നതല്ലേ, ആർക്കും കാണാനൊക്കത്തില്ല, മറഞ്ഞു കിടക്കുന്നതാണ്, നമുക്ക് പോലും കാണുവാൻ കഴിയത്തില്ല. ഈ വേരുകളാണ് വെള്ളവും വളവും വലിച്ചെടുക്കുന്നത്. നല്ല വേരാണെന്നുണ്ടെങ്കിൽ നല്ല വൃക്ഷമായിരിക്കും, നല്ല കൊമ്പായിരിക്കും, നല്ല ഫലമായിരിക്കും. റോമാലേഖനത്തിലൊരു വാക്യമുണ്ട്. റോമാലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ, വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. വേര് നല്ലതാണെന്നുണ്ടെങ്കിൽ കൊമ്പും നല്ലതാണ്, ഫലവും നല്ലതാണ്. സദൃശ്യവാക്യങ്ങൾ 12-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം, ദുഷ്ടൻ ദോഷികളുടെ കവർച്ച ആഗ്രഹിക്കുന്നു, നീതിമാന്മാരുടെ വേരോ ഫലം നൽകുന്നു. നീതിമാന്മാരുടെ വേരോ ഫലം നൽകുന്നു, നല്ല ഫലം. നീതിമാന്മാരുടെ വേരാണെന്നുണ്ടെങ്കിൽ നല്ല ഫലമാണ്. നല്ല ഫലം പുറപ്പെടുവിക്കണമെന്നാണ് യേശു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നല്ല ഫലം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ നല്ല വേരുകൾ ഉണ്ടാകണം. തിന്മയുടെ വേരുകളാണ്
ഉള്ളിലുള്ളത് എങ്കിൽ അതിനനുസരിച്ചുള്ള ഫലങ്ങളായിരിക്കും പുറത്തു വരുന്നത്. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് ദാവീദിൻ്റെ വേരെന്ന് പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. യേശു തന്നെ പറയുകയാണ്, യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. യേശു ആരാണ്? ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. നമ്മുടെയൊക്കെ ജീവിതം യേശു ക്രിസ്തു എന്ന റൂട്ടിൽ ഉറയ്ക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ റൂട്ട് കർത്താവാകുന്ന യേശു ക്രിസ്തു ആകണം. യിശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ മനോഹരമായിട്ടിത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 11-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 1-ാം വാക്യം, എന്നാൽ യിശയ്യായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. യിശയ്യായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നൊരു കൊമ്പ് ഫലം കായ്ക്കും. അതിൻ്റെ 10-ാമത്തെ വാക്യം കൂടെ ശ്രദ്ധിക്കുക. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന യിശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും, അവൻ്റെ വിശ്രാമസ്ഥലം മഹത്വമുള്ളതായിരിക്കും. വാ, ബ്യൂട്ടിഫുൾ. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന യിശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും, അവൻ്റെ വിശ്രാമസ്ഥലം മഹത്വമുള്ളതായിരിക്കും. ആമേൻ, ഹല്ലേലൂയ. കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ നമ്മുടെ അന്വേഷണം പൂർണ്ണമാകട്ടെ. നമ്മുടെ വേര് യേശുവിലാകട്ടെ. നല്ല വേരുകളുള്ളവരായിട്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശു ദാവീദിൻ്റെ വേരും വംശവുമാകുന്നുവല്ലോ. യിശായി വേരായവനെ, അവിടുന്ന് യിശായി വേരാകുന്നതിനാൽ ആമേൻ, ശരിയായ റൂട്ട്സ് നമുക്കുമുണ്ടാകട്ടെ. തിരസ്കരണം നേരിടുന്നവർ തിരസ്കരണത്തിലൂടെ കടന്നു പോകുന്നു എങ്കിൽ തിരസ്കരണത്തിന് വേരുകളുണ്ട്. ജീവിതത്തിൽ ഇപ്പോൾ സാഹചര്യങ്ങൾ, നിഷേധാർത്ഥകമാകുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ള ചിന്തയുണ്ടാകുന്നു. ദൈവത്തിന് പോലും എന്നെ ഇഷ്ടമല്ല. ഇത് തിരസ്കരണത്തിൻ്റെ അടയാളമാണ്. ഞാനൊരു പരാജയമാകുന്നു എന്ന് ചിന്തിക്കുന്നു. ഞാൻ തൊടുന്നതെല്ലാം പരാജയമായി തീരുന്നു. അത് തിരസ്കരണത്തിൻ്റെ അടയാളമാകുന്നു. ദൈവത്തിന് പോലും എന്നെ സഹായിക്കുവാൻ കഴിയത്തില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. അത് തിരസ്കരണത്തിൻ്റെ അടയാളമാകുന്നു. അനേകർ കഠിനമാകുന്ന തിരസ്കരണത്തിലൂടെ കടന്നു പോവുകയാണ്. കൂടുതൽ തിരസ്കരണം അനുഭവിക്കുന്നവർക്ക് അംഗീകാരം പോലും അവർക്ക് സ്വീകരിക്കുവാൻ കഴിയത്തില്ല. എപ്പോഴും അംഗീകാരത്തിന് വേണ്ടിയുള്ള ആഗ്രഹമായിരിക്കും. എന്നെ അവർ അക്സെപ്റ്റ് ചെയ്തില്ല, എന്നെ ഇവർ അക്സെപ്റ്റ് ചെയ്തില്ല. അംഗീകാരത്തിന് വേണ്ടിയുള്ള ആഗ്രഹമായിരിക്കും. അംഗീകാരത്തിന് വേണ്ടി കൂടുതൽ ആഗ്രഹിക്കുന്നവർ എപ്പോഴും തിരസ്കരിക്കപ്പെട്ടവരായിട്ട് അവർക്ക് തോന്നും. അതായിരിക്കും അവരുടെ അനുഭൂതി, അതായിരിക്കും അവരുടെ ഫീലിംഗ്. തിരസ്കരിക്കപ്പെടുന്നു, ഞാൻ തിരസ്കരിക്കപ്പെടുന്നു. നിലവിലുള്ള കൂടുതൽ അംഗീകാരം കൊണ്ടൊന്നും ഈ തിരസ്കരണം പോകത്തില്ല. എന്തുകൊണ്ട്? ഈ തിരസ്കരണത്തിൻ്റെയൊക്കെ പിന്നിൽ വേരുകൾ കിടപ്പുണ്ട്. ആ വേരുകൾ നീങ്ങിയെങ്കിൽ മാത്രമേ ഈ തിരസ്കരണം മാറിപ്പോകത്തുള്ളൂ. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു തിരസ്കരിക്കപ്പെട്ടു, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടു. അവിടുത്തേക്ക് അതൊന്നും ബാധകമല്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. അവൻ മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു, നാം അവനെ ആദരിച്ചതുമില്ല. ഓഹ്, എത്ര ഭീമാകാരമാകുന്ന തിരസ്കരണമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇങ്ങനൊന്നും നമ്മളാരും തിരസ്കരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ യേശു അനുഭവിച്ച തിരസ്കരണം, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവണ്ണം അവിടുന്ന് നിന്ദിതനായിരുന്നു, നാം അവനെ ആദരിച്ചതുമില്ല. ഇത്രയും വലിയ തിരസ്കരണം യേശു അനുഭവിച്ചു എങ്കിൽ തിരസ്കരണം ഇന്ന് അനുഭവിക്കുന്നവർ യേശുവിൻ്റെ അരികിലേക്ക് വന്നാൽ യേശുവിൻ നാമത്തിൽ അവരുടെ മേൽ വ്യാപരിക്കുന്ന തിരസ്കരണത്തിൻ്റെ വേരുകൾ ഉണങ്ങിപ്പോകും.
മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേറില്ലായികയാൽ അത് ഉണങ്ങിപ്പോയി. ഇതേപോലെ സംഭവിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന തിരസ്കരണത്തിൻ്റെ വേരുകൾ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണങ്ങിപ്പോകണം. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി, വചനത്തിൻ്റെ ചൂട് തട്ടട്ടെ. ചൂട് തട്ടുമ്പോൾ വേറില്ലായികയാൽ അത് ഉണങ്ങിപ്പോയതുപോലെ ഉണങ്ങിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ തിരസ്കരണത്തിൻ്റെ വേരുകൾ ഉണങ്ങിപ്പോകട്ടെ. തിരസ്കരണത്തിൽ നിന്ന് കർത്താവാകുന്ന യേശു പൂർണ്ണമായിട്ടും പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്? തിരസ്കരണത്തിൽ നിന്ന് ദൈവസ്നേഹത്തിലേക്ക് പോകണം. ഈ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. എഫേസ്യ ലേഖനം 3:17 ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി. ഇപ്പം തിരസ്കരണം പോകണമെന്നുണ്ടെങ്കിൽ സ്നേഹത്തിൽ വേരൂന്നണം. ദൈവസ്നേഹത്തിൽ വേരൂന്നണം. ദൈവസ്നേഹത്തിൽ വേരൂന്നുകയാണെങ്കിൽ തിരസ്കരണത്തെ തകർക്കുവാൻ കഴിയും. തിരസ്കരണം വേരോട് പറഞ്ഞു പോയി കടലിൽ വീഴും. മനസ്സ് സൗഖ്യമാകും. എന്തൊക്കെ കാരണങ്ങൾ മുഖാന്തരമാണ് തിരസ്കരണം ഒരു വ്യക്തിയിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്? ഇന്നിപ്പം തിരസ്കരണത്തിൻ്റെ സാഹചര്യങ്ങൾ മുൻപിൽ വരുമ്പോൾ തിരസ്കരിക്കപ്പെട്ടു എന്നുള്ള ഒരു ശക്തമാകുന്ന അനുഭൂതി വരുന്നു. എന്നെ ആരും അംഗീകരിക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, എന്നിലാരും തൽപരരല്ല, ഞാനൊരു പരാജയമാകുന്നു, ഞാനൊരു മിസ്റ്റേക്കാകുന്നു, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാകുന്നു എങ്കിൽ അതിന് വേരുകളുണ്ട്. ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിയതുകൊണ്ടൊന്നും അത് പരിഹരിക്കപ്പെടുകയില്ല. ചുറ്റും നിൽക്കുന്നവരെല്ലാം ഇപ്പോൾ അംഗീകരിച്ചാലും നിങ്ങളുടെ തിരസ്കരണം പോകത്തില്ല. കാരണം ആ തിരസ്കരണത്തിന് വേരുകളുണ്ട്. ആ വേരുകൾ കണ്ടെത്തി ആ വേരുകളെ നീക്കുവാൻ തയ്യാറാകണം. എവിടെ നിന്നായിരിക്കും ഇത് ആരംഭിച്ചത്? ഉറപ്പായിട്ടും ബാല്യകാലം, അമ്മയുടെ ഉദരം. ചില അമ്മമാർ കൺസീവ്ഡായി എന്ന് അറിയുമ്പോൾ, ടെസ്റ്റ് റിപ്പോർട്ട് വന്നു കൺസീവ്ഡായി എന്ന് അറിയുമ്പോൾ പെട്ടെന്ന് ഇത് വേണ്ടായിരുന്നു, ഈ കുട്ടിയെ ഇപ്പം വേണ്ടായിരുന്നു. അപ്പനും അമ്മയും ഇരുന്ന് ഒരുമിച്ച് ചിന്തിക്കുകയാണ്, ഇത് വേണ്ടായിരുന്നു. തിരസ്കരണം. കുട്ടി ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ തിരസ്കരിക്കപ്പെടുന്നു. മറ്റു ചിലർ 3-ാം മാസമായി 4-ാം മാസമായി ഇതിനെ അങ്ങ് അബോർട്ട് ചെയ്ത് കളയാം. അബോർഷന് വേണ്ടി ചിന്തിക്കുമ്പോൾ കുട്ടി ഗർഭപാത്രത്തിൽ തിരസ്കരിക്കപ്പെടുകയാണ്. തിരസ്കരണം അതൊക്കെ അമ്മയുടെ ഉദരം മുതലുള്ള തിരസ്കരണമാണ്, ഗുരുതരമാകുന്ന തിരസ്കരണമാണ്. പിന്നീട് ചിലർ ആൺകുട്ടിയെ വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒടുവിൽ ഡോക്ടർ വന്ന് പറയുന്നു ബേബി ഗേൾ എന്ന് പറയുമ്പോൾ ഇവരുടെ ഉള്ള സന്തോഷം മുഴുവൻ പോയി. ആൺകുട്ടിക്ക് വേണ്ടിയാണ് അവർ ആഗ്രഹിച്ചത്. വന്നു പറഞ്ഞപ്പോൾ ബേബി ഗേൾ എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുഴുവൻ പ്രതീക്ഷയും പോയി. ആ കുട്ടിക്കത് തിരസ്കരണമാണ്. അപ്പൻ അമ്മ ഈ നിലയിൽ പ്രതികരിക്കുമ്പോൾ ആ കുട്ടിക്കത് തിരസ്കരണമായി തീരുകയാണ്. മറ്റു ചില കുഞ്ഞുങ്ങൾ ബാല്യകാലത്ത് തന്നെ അബ്യൂസുകളിലൂടെ കടന്നുപോയി. ഫിസിക്കൽ അബ്യൂസുണ്ട്, സെക്ഷൽ അബ്യൂസസ് ഉണ്ട്. ഇത്തരത്തിലുള്ള അബ്യൂസസുകളിലൂടെ കടന്നുപോയ കുട്ടികൾ തിരസ്കരിക്കപ്പെടുകയാണ്. മറ്റു ചിലർ മാതാപിതാക്കളുടെ മരണം, അമ്മ മരിച്ചു, അപ്പ മരിച്ചു, അങ്ങനെ മാതാപിതാക്കളുടെ മരണം മൂലം തിരസ്കരണം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ. ഇതെല്ലാം റൂട്ടുകളാണ്. ഈ വേരുകൾ കിടക്കുന്നത് കൊണ്ടാണ് 25 വയസ്സുള്ള നീ ഇപ്പോൾ തിരസ്കരണം നിനക്ക് സഹിക്കാൻ കഴിയത്തില്ല. 35 വയസ്സുള്ള നീ, 45 വയസ്സുള്ള നീ എപ്പോഴും അംഗീകാരം ആഗ്രഹിച്ചുകൊണ്ട് നടക്കുകയാണ്. ചെറിയ തിരസ്കരണം പോലും നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ല. വഴക്ക്. അപ്പനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് 2 വയസ്സുള്ള കുഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്നു. അത് തിരസ്കരണമാണ്. ഇതേപോലെയുള്ള വേരുകളെ കണ്ടെത്തണം. പിന്നീട് ചിലത് ബ്ലഡ് ലൈൻ കേഴ്സസ് ആണ്. പ്രീവിയസ് ജനറേഷൻസ് ക്യാരി ചെയ്ത ശാപങ്ങളുടെ പരിണിതഫലം ഈ തലമുറയിൽ കുഞ്ഞുങ്ങളുടെ മേൽ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ പാസ് ഓൺ ടു ദ നെക്സ്റ്റ് ജനറേഷൻ, അടുത്ത തലമുറയിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. തിരസ്കരണത്തിൻ്റെ വേരുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഞാൻ പറഞ്ഞ തിരസ്കരണത്തിൻ്റെ വേരുകൾ ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ. തിരസ്കരണത്തിൻ്റെ വേരുകൾ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെയുള്ള തിരസ്കരണങ്ങൾ. കൺസെപ്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ കുട്ടിയെ ഇപ്പോൾ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ, ഒരു ഘട്ടം കഴിയുമ്പോൾ കുട്ടിയെ അബോർട്ട് ചെയ്ത് കളയാമെന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ, ആൺകുട്ടിയെ പ്രതീക്ഷിച്ചു പക്ഷേ ഉണ്ടായത് പെൺകുട്ടിയാണ്.
അത് തിരസ്കരണമാണ്. ഇതെല്ലാം തിരസ്കരണത്തിൻ്റെ കാരണങ്ങളാണ്. കുടുംബവഴക്കിന് നടുവിൽ വളരുന്ന കുഞ്ഞുങ്ങൾ, ഭർത്താവും ഭാര്യയും തമ്മിൽ എന്നും വഴക്ക്, അതിന് നടുവിൽ വളരുന്ന കുഞ്ഞുങ്ങൾ തിരസ്കരിക്കപ്പെടുകയാണ്. മാതാപിതാക്കളുടെ മരണം മൂലം തിരസ്കരണം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ, അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു. ജനറേഷനിലായിട്ട് തന്നെ തിരസ്കരണം അടുത്ത തലമുറയിലേക്ക് പാസ് ഓൺ ചെയ്യുന്നു. പരിശോധിച്ച് നോക്കുക, നിങ്ങളുടെ ബാല്യകാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു. അതാണ് തിരസ്കരണത്തിൻ്റെ വേരെങ്കിൽ ആ വേരിനെ കണ്ടെത്തിയതിന് ശേഷം ആ വേരിനെ പുറത്ത് കളയുക, ആ വേരിനെ പറിച്ചു കളയുക. ആ വേര് നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ വല്ലാതെ തളർന്നു പോകുന്നത്. നിങ്ങൾക്ക് സഹിക്കാൻ കഴിയത്തില്ല തിരസ്കരണം. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് എതിർത്ത് പറഞ്ഞാൽ, ഒന്ന് നോ പറഞ്ഞു കഴിഞ്ഞാൽ, ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് മുഖാന്തരം കഠിനമാകുന്ന തിരസ്കരണം അനുഭവിക്കുകയാണ്. എല്ലായിടത്തും പോയി അക്സെപ്റ്റൻസിന് വേണ്ടിയുള്ള ആഗ്രഹം, അംഗീകാരം ലഭിച്ചെങ്കിലേ ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ആഗ്രഹം വരുന്നു. അതിൽ നിന്ന് പുറത്തു വരിക. യേശു നിങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് തിരസ്കരണത്തിൻ്റെ വേരുകളെ നീക്കിക്കളഞ്ഞ് ആരോഗ്യമുള്ള ഒരു മനസ്സ് നൽകി തരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ദ റിസൾട്ട്സ് ഓഫ് റിജക്ഷൻ, തിരസ്കരണത്തിൻ്റെ പരിണിത ഫലങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഇൻസെക്യൂരിറ്റി, സുരക്ഷിതത്വ ബോധമില്ലായ്മ. തിരസ്കരണമുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ അൺസ്റ്റേബിൾ ആയിരിക്കും, അവർ അൺസർട്ടൺ ആയിരിക്കും, കോൺഫിഡൻസ് കാണത്തില്ല. സാഹചര്യങ്ങൾ അവരുടെ മുൻപിൽ പ്രതികൂലമായി വരുമ്പോൾ അതിനെ നേരിടുവാനുള്ള ധൈര്യമില്ല, കോൺഫിഡൻസ് ഇല്ല. അവർ ഷേക്കി ആൻഡ് അൺസൗണ്ട്, മനസ്സിന് കേടുവന്നവരാണ്, ഇൻസെക്യൂറാണ്, അൺസ്റ്റേബിളാണ്, അൺസർട്ടനാണ്, ഷേക്കിയാണ്, അൺസൗണ്ടാണ്. യേശുക്രിസ്തുവിൻ്റെ അരിയിലേക്ക് വരിക. യേശുക്രിസ്തു നിങ്ങൾക്ക് നിബന്ധന കൂടാതെയുള്ള സുരക്ഷിതത്വവും നിബന്ധന കൂടാതെയുള്ള സ്നേഹവും വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ സുരക്ഷിതത്വ ബോധമില്ലാത്തവരാകുന്നു. എൻ്റെ ജീവിതം സെക്യൂറല്ല, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, അങ്ങനെയുള്ള നിലയിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആകുലതയിലേക്ക് വീഴുവാൻ സാധ്യതയുണ്ട്, നിങ്ങൾ വ്യാകുലതയിലേക്ക് വീഴുവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം പല നിലകളിലുള്ള നിഷേധാർത്ഥമാകുന്ന സാഹചര്യങ്ങൾ കൊണ്ടുവരും. എന്തിനേറെ പറയുന്നു, ചിലപ്പോൾ നിരാശയിൽ വരെ പോകാൻ സാധ്യതയുണ്ട്, ഡിപ്രഷൻ വരാൻ സാധ്യതയുണ്ട്. റിജക്ഷൻ്റെ ഒരു റിസൾട്ടാണ് ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിലേക്ക് ശ്രദ്ധ തിരിക്കുക, കർത്താവിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കും. വചനം നൽകുന്ന സുരക്ഷിതത്വം എന്ന് പറയുന്നത് ചെറിയ അളവിലുള്ള സുരക്ഷിതത്വമാണോ? പഴയ നിയമത്തിൽ തന്നെ ശ്രദ്ധിക്കുക. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 54-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇതുതന്നെയാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. 14 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും, നീ പീഡനത്തോട് അകന്നിരിക്കും, നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. ഭീഷണിയോട് നീ അകന്നിരിക്കും, അത് നിന്നോട് അടുത്തു വരികയില്ല. ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നുവെങ്കിൽ അത് എൻ്റെ ഹിതപ്രകാരമല്ല. ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു, നശിപ്പിപ്പാൻ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇതുതന്നെയാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇത്ര ശക്തമാകുന്ന നിലയിലുള്ള ഒരു സുരക്ഷിതത്വം കർത്താവ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു എങ്കിൽ എന്തിന് നിങ്ങൾ ഇൻസെക്യൂറായി ജീവിക്കണം? ഗ്ലോറി ടു ജീസസ്. നിങ്ങൾ ടോട്ടലി സെക്യൂർ ആകുന്നു എന്ന് മനസ്സിലാക്കുക. യേശുവിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ തിരസ്കരണത്തിൻ്റെ പരിണിതഫലമാകുന്ന ഇൻസെക്യൂരിറ്റിയിൽ ജീവിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പൂർണ്ണമായിട്ടും സുരക്ഷിതരാകുന്നു. തിരസ്കരണത്തിൻ്റെ മറ്റൊരു പരിണിത ഫലമാണ് തിരസ്കരണം അനുഭവിക്കുന്നവർ മത്സരികളായിത്തീരും. റിബല്യൻ. അവരെപ്പോഴും ഒരു ആന്തരിക കോപം കൊണ്ടു നടക്കുന്നവരാണ്, ഇന്നർ ആങ്കർ കൊണ്ടു നടക്കുന്നവരാണ്. എല്ലായിടത്തും അവർക്കൊരു ഫീൽ ഉണ്ടാകും, ഒരു ചിന്തയുണ്ടാകും, അല്ലെങ്കിൽ അവരിങ്ങനെ ഫീൽ ചെയ്യും,
എന്നെ എല്ലാവരും മിസ്ട്രീറ്റ് ചെയ്യുകയാണല്ലോ. ആ മിസ്ട്രീറ്റ്മെൻ്റ് എന്നുള്ളൊരു ഫീലിംഗ് വരുമ്പോഴേക്കും ചിലർ മത്സരികൾ റിബല്യസ് ആയിത്തീരും. അവർ കടുത്ത മത്സരികളായിത്തീരും. അത് തിരസ്കരണത്തിൻ്റെ ഒരു പരിണിത ഫലമാകുന്നു. തിരസ്കരണമുള്ളവർ ചെന്ന് വീഴാൻ സാധ്യതയുള്ള മറ്റൊരു കുഴിയാണ് സെൽഫ് പിറ്റിയുടെ കുഴി, സ്വയസഹതാപത്തിൻ്റെ കുഴി. എപ്പോഴും പദം പറഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, എനിക്കൊരു ഉയർച്ചയുമില്ലല്ലോ, എന്നെ ആരും സഹായിക്കാനല്ലല്ലോ. സ്വയസഹതാപത്തിൻ്റെ കുഴിയിൽ അവർ ചെന്ന് വീഴുകയാണ്. കർത്താവാകുന്ന യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ അവിടുന്ന് 6 മണിക്കൂറോളം കിടക്കുന്ന സന്ദർഭത്തിൽ 7 പ്രാവശ്യം അവിടുന്ന് വാതുറന്ന് സംസാരിക്കുകയുണ്ടായി. അവിടുത്തെ തിരുവായ്മൊഴികൾ, ആ തിരുവായ്മൊഴികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾക്കൊരു സെൽഫ് പിറ്റി കാണുവാൻ കഴിയുന്നുണ്ടോ? യേശു എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് ക്രൂശിൽ സകല വേദനകളും അനുഭവിച്ചുകൊണ്ട്, മനുഷ്യന് അനുഭവിക്കാൻ കഴിയുന്ന വേദനകൾ അതിൻ്റെ ഏറ്റവും ഉയർന്ന അളവ്, അത് മുഴുവൻ അനുഭവിച്ചുകൊണ്ട് യേശു ക്രൂശിലായിരിക്കുമ്പോൾ സ്വയസഹതാപത്തിൻ്റെ ഒരു ചെറിയ വാക്കുപോലും അവിടുത്തെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്നില്ല. ഇന്ന് തിരസ്കരണത്തിലൂടെ കടന്നു പോകുന്നവർ, അവരെ ശ്രദ്ധിച്ചാൽ മതി, സ്വയസഹതാപത്തിൻ്റെ വാക്കുകൾ അവരുടെ അധരത്തിലൂടെ പുറപ്പെടും. മറ്റൊന്ന്, തിരസ്കരണത്തിൻ്റെ മറ്റൊരു പരിണിത ഫലമാണ് എസ്കേപ്പിസം. നിങ്ങളുടെ തന്നെ ഒരു പ്ലസൻറ്റ് വേൾഡ് നിങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷം മറ്റുള്ളതിൽ നിന്നെല്ലാം നിങ്ങൾ ഓടിയൊളിക്കുന്നു. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നിങ്ങൾ ഓടിയൊളിക്കുന്നു. എസ്കേപ്പിസം നിങ്ങൾ ആ നിലയിലുള്ളവരാകുന്നുവെങ്കിൽ നിങ്ങൾ ഡേ ഡ്രീമിങ്ങിലേക്ക്, പകൽക്കിനാവുകൾ കണ്ടുകൊണ്ട് നിങ്ങളുടേതാകുന്നൊരു ലോകം നിങ്ങൾ സൃഷ്ടിച്ച് നിങ്ങൾ അതിൽ തുടരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയുള്ളവരാണ് ഡ്രഗ്സിലേക്ക് പോകുന്നത്, മദ്യപാനത്തിലേക്ക് പോകുന്നത്, വീഡിയോ ഗെയിംസിലേക്ക് പോകുന്നത്, പലവിധമാകുന്ന അഡിക്ഷൻസിലേക്ക് പോകുന്നത്. അവരുടെ മൂഡ് ഓൾട്ടറിങ്, അല്ലെങ്കിൽ അവരുടെ ഈ മൂഡ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. എസ്കേപ്പിസം തിരസ്കരണത്തിൻ്റെ ഫലമാണ്. പലപ്പോഴും പല അഡിക്ഷൻസും വീഡിയോ ഗെയിംസിലേക്ക് പോകുന്നു. റൂട്ട് പോകുകയാണെങ്കിൽ തിരസ്കരണം. ചിലർ മദ്യപാനത്തിലേക്ക് പോകുന്നു, അതിൻ്റെ വേരന്വേഷിച്ച് പോവുകയാണെങ്കിൽ തിരസ്കരണം. ഈ ശബ്ദം കേൾക്കുന്നവർ ഇന്ന് വിശ്വസിക്കുക, ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവ് നമ്മളോട് പറയുന്നത് പോലെ വേരോടെ പറഞ്ഞ് കടലിൽ പോയി വീഴുക എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള ഒരാത്മീക അധികാരം സ്വീകരിക്കുക. നിങ്ങൾ തിരസ്കരണത്തിൽ ജീവിക്കേണ്ട കാര്യമില്ല. തിരസ്കരണത്തിൻ്റെ മറ്റൊരു പരിണിത ഫലമാണ് കുറ്റബോധം എന്ന് പറയുന്നത്. നിരന്തരം അവർ കുറ്റബോധത്തിൽ ജീവിക്കും. തിരസ്കരണത്തിൻ്റെ മറ്റൊരു പരിണിത ഫലമാണ് അപകർഷത, പുവർ സെൽഫ് ഇമേജ്. തിരസ്കരണത്തിൻ്റെ മറ്റൊരു പരിണിത ഫലമാണ് എല്ലാ തരത്തിലുമുള്ള ഭയങ്ങൾ. എന്തിനേയും അവർ ഭയപ്പെടും. തിരസ്കരണത്തിൻ്റെ മറ്റൊരു പരിണിത ഫലമാണ് ഹോപ്പ്ലെസ്നെസ്, പ്രതീക്ഷയില്ലായ്മ. ആശയറ്റ അനുഭവത്തിലേക്ക് അവർ പോകുകയാണ്. തിരസ്കരണത്തിൻ്റെ മറ്റൊരു പരിണിത ഫലമാണ് മത്സരം, കോമ്പറ്റീഷൻ ആൻഡ് ജലസി, അസൂയ. കടുത്ത കുശുമ്പും അസൂയയും അവരിൽ ഉളവാകുന്നു. ഇതെല്ലാം കൊമ്പുകളാണ്. ഈ കൊമ്പുകൾ വെട്ടിക്കളഞ്ഞതുകൊണ്ട് പ്രശ്നം തീരത്തില്ല. വേരിനെ പറിക്കേണ്ടത് ആവശ്യമാണ്. ആ വേര് ചിലപ്പോൾ ബാല്യകാല സംഭവങ്ങളിൽ തുടങ്ങുന്നതായിരിക്കും, അമ്മയുടെ ഉദരത്തിൽ സംഭവിച്ചതായിരിക്കും. എന്തുമാകട്ടെ, ആ വേരുകളോട് കൽപ്പിക്കുകയാണെങ്കിൽ, വേരോട് പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് നീ കൽപ്പിക്കുകയാണെങ്കിൽ, അത് വേരോട് പറഞ്ഞ് കടലിൽ പോയി വീഴും. കർത്താവാകുന്ന യേശു നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, അല്പമെങ്കിലും വിശ്വാസം നിങ്ങളിൽ ശേഷിക്കുന്നുവെങ്കിൽ മതി. ആ വിശ്വാസത്തോടുകൂടെ ഈ കാട്ടത്തിയോട്, തിരസ്കരണത്തിൻ്റെ കാട്ടത്തിയെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, വേരോട് പറഞ്ഞ് കടലിൽ നീ നട്ടുപോക. നീ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ തിരസ്കരണവും അതിൻ്റെ വേരും നിന്നെ അനുസരിക്കാൻ പോകുന്നു, നിന്നെ വിട്ടുപോകും. തിരസ്കരണവും അതിൻ്റെ വേരും വിട്ടുപോകുന്നതോടുകൂടെ കൊമ്പുകളെല്ലാം പോയി. എന്തൊക്കെയാണ് കൊമ്പുകൾ? ഈ പറഞ്ഞിരിക്കുന്ന റിസൾട്ടുകൾ. ഇൻസെക്യൂരിറ്റി ആകട്ടെ, ഇൻഫീരിയോറിറ്റി ആകട്ടെ, ഗിൽറ്റ് ആകട്ടെ, മദ്യപാനമാകട്ടെ, ഡ്രഗ് അഡിക്ഷൻ ആകട്ടെ, ജലസി ആകട്ടെ, കോമ്പറ്റീഷൻ ആകട്ടെ, റിബല്യൻ ആകട്ടെ, ഏത് പരിണിത ഫലമാണെങ്കിലും വേര് പറഞ്ഞു പോയാൽ പിന്നെ അതിന് നിൽക്കുവാൻ കഴിയത്തില്ല. റിസൾട്ടുകൾക്ക് പിന്നെ നിൽക്കുവാൻ കഴിയത്തില്ല. ആ വൃക്ഷം
വേരോടുകൂടെ പോയി കടലിൽ വീഴുകയാണ്. നമ്മുടെ വേര് കർത്താവാകുന്ന യേശു ക്രിസ്തുവായി തീരും. നമ്മൾ ക്രിസ്തുവിലായി തീരും. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തീരും. ജീവിതം ഗുണമേന്മയുള്ളതായി തീരും. ഈ ഭൂമിയിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുവാൻ കഴിയും. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവാകുന്ന യേശു നിങ്ങളെ തൊടുവാൻ പോകുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അനുഭവങ്ങളിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രസക്തമാകുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ബോധ്യമാകുന്നു ഈ പറഞ്ഞത് പ്രസക്തമാണ്, ഞാനൊരു തിരസ്കരണത്തിലൂടെ കടന്നു പോകുന്നു, എനിക്കൊരു തിരസ്കരണത്തിൻ്റെ വേരുണ്ട്, ഇത് പ്രസക്തമാകുന്നുവെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുക. യേശു നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ പോകുകയാണ്. അവസാന ഭാഗത്ത് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയട്ടെ. കടുത്ത തിരസ്കരണമുള്ള വ്യക്തിയായിരുന്നു നിങ്ങളോടിപ്പോൾ സംസാരിക്കുന്ന ഈ ഞാൻ. എന്നാൽ കൃപയാൽ എനിക്ക് ആ തിരസ്കരണത്തിൻ്റെ വേരുകളെ പറിച്ചു കളയുവാനും, തിരസ്കരണത്തെയും തിരസ്കരണത്തിൻ്റെ വേരുകളെയും അതിൻ്റെ ഫലങ്ങളെയും പറിച്ചു കളയുവാനും കഴിഞ്ഞതുകൊണ്ടാണ് നിങ്ങളുടെ നടുവിൽ ഞാൻ ദൈവവചനം ശുശ്രൂഷിക്കുന്നത്. ഇത് എനിക്ക് പ്രായോഗികമാക്കുവാൻ കഴിയുമെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും പ്രായോഗികമാക്കുവാൻ കഴിയും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ സഹായിക്കണമേ. അവർ വേരുകൾ കണ്ടെത്തട്ടെ, തിരസ്കരണത്തിൻ്റെ വേരുകൾ കണ്ടെത്തട്ടെ. കണ്ടെത്തിയ ആ വേരുകളോട് കൽപ്പിക്കട്ടെ, ആ വൃക്ഷത്തോട് കൽപ്പിക്കട്ടെ, വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോകാം. ഞാനിപ്പോൾ ഇവരെ നോക്കി യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. ഇവരിൽ സ്വാധീനം ചെലുത്തുന്ന തിരസ്കരണമെന്ന വൃക്ഷം, ആ വൃക്ഷം, അതിൻ്റെ കൊമ്പുകൾ, ഏതൊക്കെ കൊമ്പുകളാണ്? വ്യത്യസ്തമാകുന്ന പേരുകളുള്ള കൊമ്പുകൾ. ആ കൊമ്പുകളോടും വൃക്ഷത്തോടും അതിൻ്റെ വേരോടും ഞാൻ കൽപ്പിക്കുകയാണ്. സകല വേരുകളോടും ഞാൻ കൽപ്പിക്കുകയാണ്. ആ വൃക്ഷം വേരോട് സകല വേരുകളോടും കൂടെ പറഞ്ഞ് കടലിൽ നട്ടുപോകുക. ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവർ സുഖപ്പെടട്ടെ. വലിയ അത്ഭുത സൗഖ്യം സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യം സ്വീകരിക്കുക. ശാരീരിക രോഗങ്ങളെ കർത്താവെ സൗഖ്യമാക്കുവാൻ അങ്ങയുടെ ആണിപ്പെടുത്തുള്ള കാര്യം ഇപ്പോൾ അങ്ങയുടെ ജനത്തിൻ്റെ മേൽ വരുന്നതിനായി സ്തോത്രം. കടുത്ത നെഞ്ചുവേദന അനുഭവിക്കുന്ന വ്യക്തി ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സിക്നസ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ രോഗികളെ തൊടുന്നു. ലസി വിത്തോറ് വികാസ് മെൻറ്റിൽ റെവിറ്റുല മഹേൻറ്റുലി രക്കുവസെനി ലജന ബഹോസിക്കറ്റർ രൈനിക്കറ്റർ വിസീനറ്റൽ ബർവുഫസിനി അൽ കരാജന നസറജിൽ വരക്കാസക തുർവീനസിഗൽ താരസിമൻ കർബോസിനെ ലിയാന്തർദന ഷർബജന ശബർബജന സഖ്യത്തൽ ബറഫിന ജലതാരി അഫീസത്തരെ തൈനല്ലർബസിന ചൗഫന റദിയനിൽ ആവുസിത്തിരിലി. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ജീവിതത്തിൽ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവർ, ജോലിയില്ലാത്തവർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യണം. വലിയ വിടുതലുകളെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരമായി എന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല, ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിശ്രമം അർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.